നമസ്കാരം. ഫവാസ, ഇപ്പോൾ കേരളത്തിൽ ആകമാനം കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നൊരു വിഷയം മുഖ്യമന്ത്രി ബഹുമാന്യായ വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരണ വേളയിൽ കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങൾ തന്നെയാണ്, പ്രഖ്യാപനങ്ങളാണ്. വീര്യം കുറഞ്ഞതായാലും വീര്യം കൂടിയതായാലും കേരളത്തിൽ മദ്യമൊഴുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നു. പ്രതിപക്ഷത്തേക്കാൾ കൂടുതൽ കരുത്തോടുകൂടി ആക്രമണോത്സുകതയോടുകൂടി വി.എം. സുധീരനെ പോലുള്ള കോൺഗ്രസ് വക്താക്കളും വി.ഡി. സതീശൻ്റെ ആ പരാമർശത്തിനെതിരെ നിലപാടെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇത് യു.ഡി.എഫിൻ്റെ നയമല്ല, കോൺഗ്രസിൻ്റെ നയമല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും വീര്യം കുറഞ്ഞതോ വീര്യം കൂടിയതോ ആവട്ടെ, മദ്യം വർജനമാണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു.ഡി.എഫിൻ്റെ നയം. അതുകൊണ്ട് നികുതി കുറച്ചു കൊടുത്ത് കേരളത്തിൽ വീര്യം കുറഞ്ഞതായാലും വീര്യം കൂടിയതായാലും മദ്യമൊഴുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് കൃത്യമായ നിലപാടിലൂടെ തന്നെ വി.എം. സുധീരൻ അടക്കമുള്ള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. കെ.സി. വേണുഗോപാൽ അടക്കമുള്ള പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കന്മാർ പറയുന്നു ഇത് പാർട്ടിയിൽ ചർച്ചയുണ്ടാകും, പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ് സതീശൻ അങ്ങനെ പറഞ്ഞത് എന്നറിയില്ല എന്നാണ് പറഞ്ഞത്. ഈ അവസരത്തിലാണ് 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യു.ഡി.എഫിന് മേൽക്കൈ കിട്ടുകയും എന്നാൽ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെ ചൊല്ലി കോൺഗ്രസ്സിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും എവിടെയും നിന്നും ഒരു അഭിപ്രായം വ്യക്തമായി പരസ്യമായി തുറന്നു പറയാതിരുന്ന സാഹചര്യത്തിൽ വി.ഡി. സതീശന് അനുകൂലമായി ആദ്യത്തെ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നത് മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനസമ്മതിയുള്ള ഒരു നേതാവായിരിക്കണം, കോൺഗ്രസ് നേതാവായിരിക്കണം കേരളത്തിലെ മുഖ്യമന്ത്രി എന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. അതായത് വി.ഡി. സതീശനായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വ്യംഗ്യമായ ഉത്തരം തന്നെയാണ്, അല്ലെങ്കിൽ താല്പര്യം തന്നെയാണ് എന്ന് തങ്ങൾ മാധ്യമപ്രവർത്തകരോട് തുറന്നു പറഞ്ഞത്. അദ്ദേഹം ആ നിലപാടിൽ തന്നെ ഇന്നേ വരെ ഉറച്ചു നിൽക്കുന്നു, ഒരിക്കലും അത് മാറ്റി പറഞ്ഞിട്ടില്ല. തീർച്ചയായും വി.ഡി. സതീശന് വേണ്ടി നിലകൊണ്ട ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. എന്നാൽ ഇന്നിപ്പോൾ മാധ്യമങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചു, യു.ഡി.എഫ് സർക്കാരിൻ്റെ മദ്യനയത്തെക്കുറിച്ച് ഇത്തരത്തിൽ ഒരു തീരുമാനം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആദ്യം പറഞ്ഞു മദ്യനയം ചർച്ച ചെയ്തിട്ടില്ല, അത് പാർട്ടിയിലോ മുന്നണിയിലോ ഒന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ബജറ്റിൽ അങ്ങനെ ഒരു പരാമർശം മാത്രമാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുത്തി എന്നുള്ളത് ഒരു പരാമർശമാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബജറ്റിൽ നിരവധി പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ, അതിലൊന്ന് മാത്രമാണത്. അത്തരം കാര്യങ്ങൾ നടപടിക്രമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കൃത്യമായി മുന്നണിയിലും മന്ത്രിസഭയിലും ഒക്കെ അത് ചർച്ച ചെയ്തിരിക്കും, അതിനുശേഷം മാത്രമായിരിക്കും തീരുമാനം വരിക എന്നാണ് സാദിഖ് അലി തങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത്. ഇതിൽ കൃത്യമായ ഒരു സന്ദേശം അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പരോക്ഷമായി അദ്ദേഹം പറയുന്നു അത് ബജറ്റ് പ്രഖ്യാപനത്തിലുണ്ടായൊരു പരാമർശം മാത്രമാണെന്ന് പറയുമ്പോൾ ഇത് യു.ഡി.എഫിൻ്റെ നയമല്ല, ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇത് ഘടകകക്ഷികളായ മുസ്ലിം ലീഗുമായി ആലോചിച്ചിട്ടില്ല, മുന്നണിയിൽ ആലോചിച്ചിട്ടില്ല, മന്ത്രിസഭയിൽ ഇത്തരം കാര്യങ്ങൾ ആലോചനയ്ക്ക് വന്നിട്ടില്ല. ബജറ്റിൻ്റെ പ്രസംഗവേളയിൽ പരാമർശവേളയിൽ ഒരു പരാമർശം ഉണ്ടായി എന്നതിലുപരി അതിന് വലിയ പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇത് നടപ്പാക്കാൻ പോകുന്നില്ല എന്നുള്ള കൃത്യമായ സന്ദേശം തന്നെയാണ്. എങ്ങനെയാണ് ഫവാസ് ഇതിനെ വിലയിരുത്തുന്നത്? ഒന്ന്, ഈ പറഞ്ഞ പോലെ ലീഗിന് ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലോട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം PM ശ്രീയിൽ പറഞ്ഞത് എന്താ പറയുക, വേറെ നിലപാടായിരുന്നു, അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ മദ്യത്തിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേര് തന്നെ IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന എല്ലാത്തവരും ഉണ്ട് അതിൽ. ഞാൻ പറയും സെക്കുലർ പാർട്ടിയാണ്, എന്നിരുന്നാൽ പോലും നല്ലൊരു മെജോറിറ്റി വരുന്നത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട വിഭാഗക്കാരാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് നിഷിദ്ധമായ അല്ലെങ്കിൽ അവർ ഹറാം എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ കള്ള് എന്ന് പറയുന്നത്. അതിലാണ് ഈ പറഞ്ഞ പോലെ സതീശൻ ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പെടാത്ത ഒന്ന് തന്നെയാണ്. അതിൻ്റെ ഇൻഡയറക്റ്റ്ലി സതീശനെ തിരുത്തുക എന്നുള്ളൊരു സാധനമായിരിക്കും അവിടെ ലീഗ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കാരണം നേരിട്ട് സതീശനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോകും. കാരണം ഏറ്റവും കൂടുതൽ സതീശനെ സപ്പോർട്ട് ചെയ്തത് സ്വന്തം മുന്നണിയിൽ പോലും സ്വന്തം പാർട്ടിയിൽ പോലും ഈ പറഞ്ഞ പോലെ 3-4 MLA മാർ മാത്രമാണ് സതീശനെ സപ്പോർട്ട് ചെയ്യാണ്ടായിരുന്നത്. അതിലേറെ MLA മാരുണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തത് ഈ പറഞ്ഞ പോലെ കെ സി വേണുഗോപാലും അതിനുശേഷം രമേശ് ചെന്നിത്തലയും അതിനുശേഷം മാത്രമായിരുന്നു വി ഡി സതീശന് കിട്ടിയ സപ്പോർട്ട്. പക്ഷേ അതിനപ്പുറം ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് ലീഗിൻ്റെ സപ്പോർട്ടായിരുന്നു സതീശൻ്റെ നെടുന്തൂൺ അല്ലെങ്കിൽ നട്ടെല്ല് എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ബി ജെ പി അടക്കമുള്ള പല പാർട്ടികളും പറഞ്ഞത് ഇത് ലീഗിന് അടിയറവ് പറഞ്ഞിട്ടുള്ളൊരു മുഖ്യമന്ത്രിയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള തലത്തിലായിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും ആ സമയത്ത് ലീഗിൻ്റെ സപ്പോർട്ടായിരുന്നു സതീശന് കിട്ടിയത്. പിന്നെ മാത്രമല്ല കേരള കോൺഗ്രസ് എമ്മിൻ്റെയും മറ്റ് എമ്മല്ല കേരള കോൺഗ്രസ് ജോസഫിൻ്റെ അവരുടെ സപ്പോർട്ട്, ഷിബു ബേബി ജോണിൻ്റെ എല്ലാം ആർ എസ് പിയുടെ ഏകദേശം 3 MLA-മാരുണ്ട്. ഈ പറഞ്ഞ പോലെ ചവറയുണ്ട്, പിന്നെ ഇരവിപുരത്തുണ്ട്, കുന്നത്തൂരുണ്ട്, 3 MLA-മാർ അവർക്കുണ്ട്. ആർ എസ് പിയുടെ 3 MLA-മാരെ സപ്പോർട്ടും ഈ പറഞ്ഞ പോലെ പിന്നെ വി ഡി സതീശൻ തന്നെ കിട്ടിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വലിയ ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് ലീഗിൻ്റെ സപ്പോർട്ടായിരുന്നു ഏറ്റവും വലിയ, അതിലെല്ലാത്തിനും ഉപരി ജനങ്ങളുടെ സപ്പോർട്ടും. അപ്പം അത്തരത്തിൽ വന്നൊരു സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ലീഗും സതീശനും ഫൈറ്റ് എന്നുള്ളത് നിന്ന് അത് സതീശൻ്റെ ഇമേജിനെ ബാധിക്കുന്ന ഒന്നാണെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കും ഭയങ്കര പക്വമായ രീതിയിൽ ഈ പറഞ്ഞ പോലെ തങ്ങൾ മറുപടി പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, തങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാടുകളൊക്കെ നമ്മൾ എപ്പോഴും വ്യക്തമാക്കുന്നത് കാണുമ്പോൾ വളരെ സൗമ്യമായി പൊട്ടിത്തെറിക്കാത്ത രീതിയിൽ, എന്നാൽ കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് വ്യക്തമാകത്തക്ക രീതിയിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വിശദീകരണം അങ്ങനെ തന്നെയാണ്. എത്ര വികാരപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം കഴിയുമെങ്കിൽ വളരെ സൗമ്യതയോടുകൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി മാത്രമേ അദ്ദേഹം വളരെ അവധാനതയോടുകൂടി കാര്യങ്ങൾ പറയുള്ളൂ. എന്നാൽ പറയാനുള്ള കാര്യങ്ങളും തൻ്റെ വ്യക്തിപരമായ നിലപാടുകളും രാഷ്ട്രീയ നിലപാടുകളും എല്ലാം കൃത്യമായി പറയേണ്ടടുത്ത് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഗ്രേസ് പോയിൻ്റായിട്ട് നമുക്ക് കാണേണ്ട കാര്യം അത് തന്നെയാണ്. ഇവിടെയും അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു. അത് ബജറ്റ് വേളയിൽ പറഞ്ഞ ഒരു പരാമർശം എന്നതിലുപരി മദ്യനയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണല്ലോ ഏത് മദ്യം വേണം, എങ്ങനെയൊക്കെ മദ്യം ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ അത് വിനിയോഗിക്കപ്പെടണം എന്നുള്ള തീരുമാനങ്ങൾ വരിക, അതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മാധ്യമങ്ങൾ ഇത് പെരുപ്പിച്ച് കാണിക്കുന്നുണ്ടെന്ന് കൂടി സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഗാന്ധിസത്തിലും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രമുഖമായിട്ടുള്ള നയങ്ങളെല്ലാം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മഹാത്മാഗാന്ധി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മദ്യവർജനം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച ആൾ തന്നെയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആ അദ്വൈത സിദ്ധാന്തം അല്ലെങ്കിൽ മതനിരപേക്ഷമായ നിലപാടുകൾ മുന്നോട്ട് വെച്ച ആളാണ് ശ്രീനാരായണ ഗുരു. ഇവരും ശ്രീനാരായണ ഗുരുദേവനും എല്ലാവരും ഈ പറഞ്ഞ പോലെ മദ്യത്തിനെതിരെ തന്നെയായിരുന്നു. അപ്പോൾ അത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കേവലം ബജറ്റ് പ്രസംഗവേളയിൽ ബജറ്റ് പ്രഖ്യാപനത്തിനിടയിൽ നികുതി ഇളവുമായി ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീര്യം കുറഞ്ഞ മദ്യം ഇനി കേരളത്തിൽ ആകമാനം വിതരണം ചെയ്യും എന്നുള്ളൊരു രീതിയിലൂടെ അത് മനസ്സിലാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. അതിലൂടെ സതീശനോടും വ്യക്തമാക്കിയിരിക്കുന്നൊരു കാര്യം, ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് കൃത്യമായി കൂടിയാലോചന ആവശ്യം തന്നെയാണ് എന്നുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ സന്ദേശത്തിലൂടെ അദ്ദേഹം കൊടുക്കുന്ന കാര്യം വളരെ കൃത്യമാണ്. ഈ വിഷയത്തിന് പുറകോട്ട് പോകണം എന്നുള്ളതും ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിലപാടെടുക്കും. എനിക്ക് തോന്നുന്നു സതീശനും ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ഇതിനു മുമ്പ് മന്ത്രിയായിട്ടുള്ള പരിചയമല്ല, പ്രത്യേകിച്ച് പല ഗ്രൂപ്പുകൾ എങ്ങനെ ഒരുമിച്ച് സഭയിൽ ഒരുമിച്ച് ഇരുത്താം, അല്ലെങ്കിൽ അവരെ കൺട്രോൾ എങ്ങനെ. ഇപ്പോൾ നമുക്കറിയാം പുറത്തു വരുമ്പോൾ UDF എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത ആൾ തന്നെയാണ് സതീശൻ. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനത്തെടുത്ത് അദ്ദേഹം ഭയങ്കര പക്വതയോട് കൂടിയാണ് അദ്ദേഹം കൊണ്ടുപോയത്. പക്ഷേ അതേ ആ സാധനം നിയമസഭയിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ള സാധനം എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഈ എക്സൈസ് കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ട ഒരു മന്ത്രി അവിടെ ഉണ്ട്. ആ മന്ത്രി അവിടെ നിർത്തി ഈ വിഷയം താൻ ഇടപെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റിലാണ് കാര്യം പറഞ്ഞത്, എന്നിരുന്നാൽ പോലും അതവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് ബാക്കി പറയേണ്ടത് ഈ പറഞ്ഞ പോലെ ധനകാര്യം അല്ല ഈ എക്സൈസ് മന്ത്രിയായിരുന്നു. പല കാര്യങ്ങളും അദ്ദേഹത്തിന് നിലപാടെടുക്കുന്നതിൽ തെറ്റുപറ്റി എന്നുള്ളതും എന്താ പറയുക സഭയിലെ മറ്റ് മന്ത്രിമാരോട് പോലും കാര്യങ്ങൾ കൂടി ആലോചിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ പക്വത കുറവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് കുറവിൻ്റെ ആ ഒരു സാധനം നന്നായിട്ട് ന്യായീകരിക്കുന്നുള്ള പോരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും വി ഡി സതീശൻ മറ്റു പല കാര്യങ്ങളിൽ എന്നതുപോലെ തന്നെ ഇതിലും വിസ്മയം സൃഷ്ടിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. മദ്യനയത്തിൻ്റെ കാര്യത്തിൽ എന്തായാലും സതീശന് ടേൺ പോകേണ്ടതായി വരും. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ടേൺ പോകേണ്ടതായി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, PM-ശ്രീയിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് ഈ എതിർപ്പ് ഉണ്ടാകേണ്ടിയിരുന്നത് മുസ്ലിം ലീഗിൽ നിന്നായിരുന്നു. പക്ഷേ എന്നാൽ മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ അത്തരം കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാതെയാണ് നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. ഇന്നലെ പറഞ്ഞ പോലെ ലീഗിൻ്റെ ഉള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഷംസുദ്ദീനെ എതിർത്തുകൊണ്ടാണ് നല്ലൊരു വിഭാഗം ആൾക്കാർ നിൽക്കുന്നത്. ഒരു
വശത്ത് ശംസുദ്ദീനും മറുവശത്ത് ലീഗും നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായത്. അവസാനം ശംസുദ്ദീൻ അതിൽ വഴങ്ങി പറഞ്ഞത് ലീഗ് പറയുന്ന നിലപാടേ ഞാൻ നിയമസഭയിൽ പറയൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലീഗിൻ്റെ ഉള്ളിൽ നിന്ന് വരെ അതിശക്തമായ എതിർപ്പ് ശംസുദ്ദീനെതിരെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. എന്തായാലും ഈ ബാലാരിഷ്ടതകളൊക്കെ നീങ്ങി കൃത്യമായ പക്വതയോടും ആലോചനയോടും കൂടി വി ഡി സതീശൻ വിസ്മയം തീർക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. ജനഹിതങ്ങളായ തീരുമാനങ്ങളിലൂടെ ജനങ്ങളെ വീണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ വി ഡി സതീശനാകട്ടെ എന്ന് നമുക്ക് വീണ്ടും ആശംസിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കാം.